പ്രോബബിലിറ്റി പഠിക്കാനായിട്ട് മെയിനായിട്ട് കുറച്ച് ഫോർമുലാസ് മതി. ആ ഫോർമുലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു 5 സെറ്റ് ഫോർമുലാസ് ആണ് ഉള്ളത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂണിയൻ എന്ന് പറയുന്നത് ഓർ അല്ലെങ്കിൽ പ്ലസ് ഇവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. യൂണിയൻ എന്ന് പറയുമ്പം എയ്ക്കകത്തുള്ളവരും വരാം, ബിക്കകത്തുള്ളവരും വരാം. അപ്പോൾ എയ്ക്കകത്തുള്ളവർ അല്ലെങ്കിൽ ബിക്കകത്തുള്ളവർ എന്നുള്ളൊരു ഇതല്ലേ, അപ്പോൾ ഓറ് വരും. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ എയ്ക്കകത്തും ബിക്കകത്തും ഒരേ സമയത്ത് വരുന്നവരാ. അപ്പം രണ്ടിലും ഉണ്ടെന്ന് പറയാൻ വേണ്ടി ആൻഡ് വരും. അപ്പം ഇതൊരുമിച്ചാണ് വരുന്നത്. ഇനി നമുക്ക് 5 സെറ്റ് ഇക്വേഷൻസാണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് = 1 - പി ഓഫ് എ. ഇത് കോംപ്ലിമെൻറ്റിൻ്റെ ലോസ് ഉണ്ടാവും. അതുപോലെ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 1 - പി ഓഫ് ബി ആയിരിക്കും. ഇനിയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണെങ്കിലോ 1 - പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കും. അതായത് ഇവിടെ എ വന്നാൽ എയുടെ കോംപ്ലിമെൻറ്റ് ഇവിടെ എ വരും, ബി വന്നാൽ ബിയുടെ കോംപ്ലിമെൻറ്റ് ഇവിടെ ബി വരും, എ ഇൻ്റർസെക്ഷൻ ബി വന്നാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി വരും. ആ രീതിയിലായിരിക്കും കോംപ്ലിമെൻ്ററി ലോസ് വരുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതോടെ നോക്കി വെക്കണം. ഇപ്പം പി ഓഫ് നോട്ട് എ എന്ന് പറയുവാണെങ്കിൽ, നോട്ട് എ എന്ന് പറയുമ്പോഴാണ് എ അല്ല എന്ന് പറയുന്നതിനാണ് എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. പി ഓഫ് നോട്ട് ബി എന്ന് പറയുന്നതാണ് ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനിയും ഈ പറയാൻ പോകുന്ന വേർഡിങ്സിൽ ഉള്ള ഇക്വേഷൻസിൽ കൂടുതൽ ഇത് കൊടുത്താൽ മതി. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അപ്പം ആ പേര് പറയുമ്പം ആ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നമ്മളോട് ചോദിക്കാറുള്ള ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും അടുത്തത് വരുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. പി ഓഫ് എ യൂണിയൻ ബി = പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് ഫോർമുല. യൂണിയൻ വെച്ചിട്ടുള്ള ഒരു ഫോർമുല. ഇതൊരു ബേസിക് ഫോർമുല എന്ന് നമുക്ക് പറയാം. യൂണിയൻ എന്ന് പറയുമ്പോൾ എയും ബിയും ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പോൾ പി ഓഫ് എയും ഉണ്ട്, പി ഓഫ് ബിയും ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കോമൺ ആയിട്ടുള്ളവരെ കളഞ്ഞു. അതാ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനിയും 2 എയും ബിയും, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയ്ക്കകത്തും ബിക്കകത്തും കോമൺ ആയിട്ട് ആരും ഉണ്ടാവുകയില്ല. എ ഇൻ്റർസെക്ഷൻ ബി 5 ആകുമ്പം ഈ ഭാഗങ്ങൾ 0 ആയിപ്പോവും. 0 ആയിപ്പോയാൽ പി ഓഫ് എ യൂണിയൻ ബി എന്തായിട്ട് മാറും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മാത്രമായിട്ട് മാറും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇക്വേഷൻ, യൂണിയൻ്റെ ഇക്വേഷൻ. അടുത്ത സെറ്റ് വരുന്നത് നമ്മൾ സെറ്റ്സിൽ ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്. ഡിമോർഗൻസ് ലോ, ഈ ഡിമോർഗൻസ് ലോ പറയുന്നത് എന്താ? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് = എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് = എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അങ്ങനെയല്ലേ പറയാറ്? നമ്മളിവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പറയും. അപ്പോൾ ഇവിടെ പ്രോബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രോബിലിറ്റി കൊടുത്താൽ മതി. അപ്പോൾ പ്രോബിലിറ്റി ഡിമോർഗൻസ് ലോയുടെ ഫോർമുല അടുത്തത്. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് = പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് = പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് ഇങ്ങനെയല്ല പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? 1 - പി ഓഫ് എ യൂണിയൻ ബി ആയിരിക്കുമല്ലോ. അത് നമ്മൾ കോംപ്ലിമെൻറ്റ് ലോസിൽ പറഞ്ഞതാണ്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താ? 1 - പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആയിരിക്കുമല്ലോ. അപ്പം ഇതാണ് അടുത്ത സെറ്റ് ഫോർമുല. അപ്പോൾ ഈ ഇടയ്ക്കുള്ളത് വേണ്ട, അത് നമുക്ക് ഇങ്ങോട്ടേക്ക് കണക്ഷനായിട്ട് വരുന്നതാണ്. അപ്പം ഇതായിരിക്കും വരുന്നത്. ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇത് വരും, ഇത് യൂസ് ചെയ്യും. ഇനി ഇതിനകത്ത് നമ്മൾ ഓർക്കേണ്ടത്, ഇത് നോട്ട് എ കോംപ്ലിമെൻ്റ് യൂണിയൻ ആണ്. എ കോംപ്ലിമെൻ്റ് യൂണിയൻ ഇൻ്റർസെക്ഷനും യൂണിയനും.
ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് 1 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ഇവിടെ നമ്മൾ എഴുതുന്നത് ഇങ്ങനത്തെ വേർഡിങ്സ് കണ്ടാൽ നോട്ട് എ യൂണിയനിന് എന്താ ഓർ അല്ലേ, നോട്ട് എ ഓർ നോട്ട് ബി എന്നൊക്കെ കണ്ടാൽ ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നീദർ എ നോർ ബി എന്നൊക്കെ പറയുമ്പം ഇയാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് അങ്ങനെ പ്രോബ്ലംസ് വേർഡിങ്സ് ഉള്ള പ്രോബ്ലംസ് കണ്ടിട്ടില്ല, അല്ലാതെ ഡയറക്റ്റ് പ്രോബ്ലംസേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഡി മോർഗൻസ് ലോടെ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് എക്സാക്ട്ലി എ മാത്രം എന്ന് പറയുമ്പം എ ഉണ്ട് ആൻഡ് ബി ഇല്ല. എ ഉണ്ട് ബി ഇല്ല. എ ഉണ്ട് ബി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കതിനെ എ ഉണ്ടല്ലോ, അപ്പം എയ്ക്കകത്തുനിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കളഞ്ഞാൽ മതി. എ ഉണ്ട് ബി ഇല്ല എന്ന് പറയുമ്പം എ കോംപ്ലിമെൻറ്റ് എ ഉണ്ട് ബി ഇല്ല എന്ന് പറയുമ്പം എയ്ക്കകത്തുനിന്ന് ബീനെ കളയുക, എ മൈനസ് ബി ആ. എയ്ക്കകത്തുണ്ട് ബിക്കകത്തില്ല എന്ന് പറയുമ്പം എയ്ക്കകത്തുനിന്ന് ബീനെ കളയുന്നതിനെയാണ്. അപ്പം നമുക്കെങ്ങനെ പറയാം, പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എയ്ക്കകത്തുനിന്ന് കളയുക എന്ന് ബീനെ കളയുക എന്ന് പറയുമ്പം എയ്ക്കകത്തുനിന്ന് എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ളവരെ കളഞ്ഞാൽ മതിയല്ലോ. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഫോർമുലയാണ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി പി ഓഫ് ബി ഉണ്ട് പക്ഷേ എ ഇല്ല. അപ്പോൾ ഇവിടെ ബി ആണുള്ളത്, എ ഇല്ല എന്നുള്ളതാണ് കോംപ്ലിമെൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ നോട്ട് എ നോട്ട് ബി ഒക്കെയാണ്. അപ്പോൾ പി ഓഫ് ബി മൈനസ് ബിക്ക് ഇമ്പോർട്ടൻസ്, ബി ഉണ്ട് അവിടെ, ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതാണ് അടുത്ത രണ്ട് ഫോർമുലാസ്. ഇവിടെ എക്സാക്ട്ലി എ, ഇത് എക്സാക്ട്ലി ബി എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒള്ളി എ മാത്രം എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുവാണെങ്കിൽ ഈ പ്രോബ്ലം ഇതായിരിക്കും, ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ഈ രണ്ടും കൂടെ ചേരുന്ന ഇക്വേഷൻ 1 ഓഫ് എ ഓർ ബി. ഒന്നെങ്കിൽ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം. ഇവിടെ എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ എ മാത്രം എന്നുള്ള കേസാണ്, ഇവിടെ ബി മാത്രം എന്നുള്ള കേസാണ്. ഇവിടെ വരുമ്പം എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം എന്ന് വരും. എ മാത്രം എന്ന് വരുമ്പോൾ എന്താ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഓർ യൂണിയനാണ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പം ഇതുകൂടെ ഇങ്ങോട്ടേക്ക് ഇട്ടാൽ മതിയല്ലോ. ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. യൂണിയൻ വരുമ്പം പ്ലസ് അല്ലേ, പ്ലസ് ആണെന്ന് പറഞ്ഞു, പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് ഈ ഫോർമുല പഠിക്കാനായിട്ട് സത്യം പറഞ്ഞ ഒരു 5 മിനിറ്റ് മതി. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഇത് ഫോർമുലാസ് പഠിക്കാൻ പറ്റും. ഈ പ്രോബിലിറ്റിക്ക് അതൊന്ന് ഏത് കണക്ക് വന്നാലും ഇത്രയും ഫോർമുലാസ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം കോംപ്ലിമെൻറ്റിൻ്റെ ലോസ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ഒക്കെ 1 മൈനസ് വരുന്നതാണ് കോംപ്ലിമെൻറ്റ് ലോസ്. പിന്നെ യൂണിയൻ ഒരു മേജർ ലോ വരുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ലോ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പിന്നെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇത് 0 ആയിപ്പോവും. അപ്പോൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിട്ട് മാറും. പിന്നെ ഡി മോർഗൻസ് ലോയ്ക്കകത്തുനിന്ന് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമ്മുടെ സെറ്റ്സിൻ്റെ അകത്ത് ഇതിൻ്റെ റിവേഴ്സാണ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റാണ്, പക്ഷേ അത് 1 മൈനസ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് സ്കിപ്പ് ചെയ്ത് ഇത് മാത്രം നമുക്ക് മതി. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിലോ 1 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതിങ്ങനെ ഓർത്തോർത്ത് എഴുതിയാൽ മതി. ഇതിൻ്റെ റിട്ടേൺ ഇതാണ്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് വരുമ്പോൾ 1 മൈനസ് വരുന്നു, ഓർത്തോർത്ത് എഴുതിയാൽ മതി. ഇനി ഇതിനെ വായിക്കുന്നത് നോട്ട് എ ഓർ നോട്ട് ബി എന്നാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ നെയ്തർ എ നോർ ബി എന്നൊക്കെ വായിക്കും. ഇനി എക്സാക്ട്ലി എ മാത്രമേ ഉള്ളൂ, എക്സാക്ട്ലി ബി എന്നൊക്കെ പറയുമ്പം എക്സാക്ട്ലി ഒള്ളി എ ഒള്ളി ബി ഒക്കെയാണിത്. അത് വരുന്നത് എ മാത്രമല്ലേ ഉള്ളൂ, ബി ഇല്ലല്ലോ. അപ്പോൾ എയ്ക്കകത്തുനിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കളഞ്ഞാൽ മതി, ബിക്കകത്തുനിന്ന് എ ഇൻ്റർസെക്ഷൻ ബി കളഞ്ഞാൽ മതി, ഒള്ളി ബി എന്ന് പറയുമ്പം. ഇനി 1 ഓഫ് എ ഓർ ബി അല്ലെങ്കിൽ എക്സാക്ട്ലി 1 ഓഫ് എ ഓർ ബി എന്ന് പറയുമ്പോൾ എ മാത്രം അല്ലെങ്കിൽ ബി മാത്രം. അപ്പോൾ ഈ രണ്ട് റൈറ്റ് സൈഡൂടെ കയറി വരും. അപ്പോൾ ഈ 5 ഫോർമുലാസ് അറിയാമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കഴിഞ്ഞ മാർച്ച് 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.42 എന്ന് തന്നിട്ടുണ്ട്, പി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.48 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പി ഓഫ് എ ആൻഡ് ബി, പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ആരാ, ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷനാണ്.
ഓർ യൂണിയനും ആൻഡ് ഇൻ്റർസെക്ഷനുമാണ്. എയ്ക്കകത്തും ബിക്കകത്തും ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഈ തന്നിരിക്കുന്ന 0.16. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് നോട്ട് എ ആണ്. പി ഓഫ് നോട്ട് എന്ന് പറയുമ്പോൾ എന്താ? പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. നോട്ട് എന്ന് വെച്ചാൽ പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ അത്? 1 മൈനസ് പി ഓഫ് എ. പി സെറ്റിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. 1 മൈനസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്ന ആരാ? 0.42. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.58 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പി ഓഫ് നോട്ട് ബി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ബി എന്ന് പറയുമ്പോൾ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? 1 മൈനസ് പി ഓഫ് ബി. ബി കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 0.48. 0.48 തന്നിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ത് വരും? 0. സബ്ട്രാക്ട് ചെയ്യുമ്പം 0.52 എന്ന് വരും. അടുത്തത് പി ഓഫ് എ ഓർ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് എ ഓർ യൂണിയൻ അല്ലേ? ഓർ യൂണിയനാണ്. പി ഓഫ് എ ഓർ ബി എന്ന് പറയുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്താ? പി ഓഫ് എ, ഇത് രണ്ടാമത്തെ സെറ്റിൽ നിന്നാണ് വന്നത്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് ഇവിടുന്ന് പി ഓഫ് എ എന്താ? ഇവിടെ ഉണ്ട് 0.42 പ്ലസ് പി ഓഫ് ബി 0.48 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.16. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.74 എന്ന് കിട്ടും. 0.74. അപ്പം ഈ രീതിയിൽ പ്രോബ്ലംസ്. ഇനി ഇവിടെ ഒരു വേർഡ് പ്രോബ്ലം ഒക്കെ കിടപ്പുണ്ട്. വേർഡ് പ്രോബ്ലത്തിൻ്റെ അകത്ത് എസ് പി സിക്കും സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് ഫോർ നെയ്തർ എൻ സി സി നോർ എസ് പി സി. അപ്പം എൻ സി സിനെ നമ്മൾ എ ആയിട്ടും എസ് പി സിനെ ബി ആയിട്ട് വിളിച്ചേക്കുക. എൻ സി സിനെ എ ആയിട്ടും എസ് പി സിനെ ബി ആയിട്ട് വിളിച്ചേക്കുക. അപ്പോൾ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഹാസ് ഓപ്റ്റഡ് ഫോർ നെയ്തർ എൻ സി സി നോർ എസ് പി സി. നെയ്തർ എൻ സി സി നോർ എസ് പി സി എന്നാണ്. നെയ്തർ നോറ് വരുന്നത് ഏതാ? നമ്മുടെ മൂന്നാമത്തെ സെറ്റിൽ ദേ നെയ്തർ നോറ് വരുന്നത് ഇതാ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? നെയ്തർ എ നോറ് ബി എന്ന് പറയുമ്പം മലയാളത്തിൽ പറഞ്ഞു നോക്കണം. എയും അല്ല ബിയും അല്ല. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യണം. യൂണിയൻ ആണോ ഇൻ്റർസെക്ഷൻ ആണോ? എയും അല്ല ബിയും അല്ല എന്ന് പറയുമ്പം ഓർ അല്ലെങ്കിൽ എ അല്ലാതല്ലെങ്കിൽ ബി അല്ലാതല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴേ യൂണിയൻ വരുന്നത്. എയും അല്ല ബിയും അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ്റർസെക്ഷൻ പറയാം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഡി മോർഗൻസ് ലോ അല്ലേ? ഡി മോർഗൻസ് ലോൻ്റെ റിവേഴ്സ് എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് ലോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ ബി തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് പ്രോബ്ലം ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 സെറ്റ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ അത് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും.